ബ്രിട്ടനെ പ്രധാനമായും ആശങ്കയിലാഴ്ത്തുന്നത് ഇതിന്റെ കമ്പ്യൂട്ടറിലെ മുഴുവൻ ഡാറ്റകളും ഇന്ത്യ ശേഖരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ റഡാറുകൾ അത് പിടിച്ചെടുക്കുമോ എന്ന ഒരു ആശങ്കയും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തിട്ടുള്ള ബ്രിട്ടന്റെ F-35 വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ആ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന 2 ദിവസമായി തുടരുകയാണ്. ഇതുവരെയും ഇവർക്ക് ആ വിമാനത്തിന്റെ അപാകതകൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ലോക്കിൻ മാർട്ടിൻ നിർമ്മിച്ച ഈ ഒരു യുദ്ധവിമാനം ലോകത്തെ തന്നെ ഫൈറ്റർ ജെറ്റുകളിൽ ഏറ്റവും മികച്ചത് എന്നറിയപ്പെടുന്ന ഒരു യുദ്ധവിമാനമായിരുന്നു. ഇന്ധനം കുറഞ്ഞതോടെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനത്തിന് ഒരു എമർജൻസി ലാൻഡിംഗ് അനുവദിച്ചത്. പക്ഷേ ഇന്ധനം നിറച്ചെങ്കിലും ഇതിന്റെ ഹൈഡ്രോളിക് തകരാറുകൾ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതോടുകൂടി വിമാനത്തിന് പറന്നുയരാനുള്ള ശേഷി നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് ദിവസങ്ങളായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ ഒരു ഫൈറ്റർ ജെറ്റ് മഴയും വെയിലും കൊണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിലും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകളും നിഗൂഢതകളുമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിലുണ്ടായിരിക്കുന്ന ഹൈഡ്രോളിക് പ്രശ്നം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈഡ്രോളിക് പ്രശ്നം വളരെ സിമ്പിളായി പരിഹരിക്കാവുന്നതാണ്. പക്ഷേ ബ്രിട്ടൻ അതിനുള്ള ഒരു അവസരം ഇന്ത്യക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം നമ്മളെ എഞ്ചിനീയർമാർ ഇതിനോട് അടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തും. വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് പോലും ഇതിനെ മാറ്റാൻ അനുവദിക്കാതെ വെയിലും മഴയും കൊണ്ട് ഇത്രയും ദിവസം ഇതിനെ പുറത്തു തന്നെ നിർത്താനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ എഞ്ചിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും ഭയന്നിട്ടാണ് എന്ന് തന്നെയാണ് പൊതുവിലുള്ള നിഗമനം. ഇത് തന്നെയാണ് ബ്രിട്ടനിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും. ബ്രിട്ടനിലും ഇതൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷമടക്കം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 25 പേരടങ്ങുന്ന ഒരു വലിയ വിദഗ്ധ സംഘം തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. ബ്രിട്ടനെ പ്രധാനമായും ആശങ്കയിലാഴ്ത്തുന്നത് ഈ ഒരു ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ എല്ലാ സോഫ്റ്റ്വെയറുകളും ഇന്ത്യയിലെ റഡാറുകൾ സ്വീകരിച്ചുകൊണ്ട് അത് DRDOക്ക് കൈമാറിയോ എന്ന ഒരു ആശങ്കയും ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ഒരു ടേക്ക് ഓഫ് കൂടി നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ കമ്പ്യൂട്ടറിലെ മുഴുവൻ ഡാറ്റകളും ഇന്ത്യ ശേഖരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ റഡാറുകൾ അത് പിടിച്ചെടുക്കുമോ എന്ന ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗ്ധ സംഘത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ബ്രിട്ടൻ ഇതിനെ C-17 യുദ്ധവിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ ഇന്ത്യ ഇതുവരെയും അതിനൊരു അനുമതി നൽകിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഇന്ത്യയുടെ C-17 വിമാനങ്ങളിൽ തന്നെ കൊണ്ടുപോകാം എന്ന ഒരു നിലപാടിലാണ് ഇന്ത്യയും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ടേക്ക് ഓഫ് നടത്തുന്ന സമയത്ത് സോഫ്റ്റ്വെയറുകൾ എല്ലാം തന്നെ ലോക്ക് ചെയ്ത് റഡാറുകളിൽ നിന്നും വെട്ടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടൻ ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ വലിയ രീതിയിൽ ഭയക്കുന്നു എന്നാണ് ഫൈറ്റർ ജെറ്റിന്റെ ടേക്ക് ഓഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.